നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ സീരീസിൽ ഇന്ന് ഫിസിക്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്കൂളിലും എനിക്കൊന്ന് ഉള്ളൊരു പ്രാക്ടിക്കലാണ് ഓംസ് ലോ. സ്റ്റേറ്റുകാരെ സംബന്ധിച്ചുള്ള ഒരു ലോട്ടറിയാണ്. കാരണം നിങ്ങളുടെ പണ്ട് നിങ്ങളൊരു 2-3 കൊല്ലം മുമ്പ് ഓംസ് ലോയും മീറ്റർ ബ്രിഡ്ജും പൊട്ടൻഷ്യോമീറ്ററും ഒക്കെ ഇലക്ട്രോണിക്സിൽ ചെയ്യണമായിരുന്നു, ഇലക്ട്രിക്കലി ചെയ്യണമായിരുന്നു. ഇപ്പം ഓംസ് ലോ മാത്രമേ ഉള്ളൂ. അതിനകത്ത് കൂടുതൽ സ്കൂളിൽ എനിക്ക് 99% 100% സ്കൂളിൽ ഓംസ് ലോ 1 മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ഓർത്തിരിക്കണം, എന്തൊക്കെയായിരിക്കും വൈവ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പോവുക. ഉറപ്പായിട്ടും ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ പ്രാക്ടിക്കലെല്ലാം ചെയ്ത അടിപൊളി വീഡിയോസ് കിടപ്പുണ്ട്. അന്നേരം കുറച്ച് കാര്യങ്ങൾ വൈവ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അന്നേരം ഓംസ് ലോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന വൈവ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? എന്താണ് ഓംസ് ലോ എന്ന് ഉറപ്പായിട്ടും ചോദിക്കും, ഇല്ലേ? ഓംസ് ലോ എന്തോന്ന് നമ്മൾ ചെയ്യുമ്പം എന്താണ് ഓംസ് ലോ എന്ന് എക്സ്റ്റേണൽ അദ്ദേഹം ഒന്ന് ചോദിക്കത്തില്ലേ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറന്റ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എൻഡ്സ് ഓഫ് എ കണ്ടക്ടർ. I is proportional to V, അല്ലെങ്കിൽ തിരിച്ചെഴുതാം V is proportional to I, V is equal to R into I, R is equal to V by I. അതൊരു ബോക്സിനകത്ത് ആക്കിയേക്കണം. R is equal to V by I. R is a constant known as resistance of a conductor. ഈ റെസിസ്റ്റൻസ് ആടെ നമ്മൾ റെസിസ്റ്റൻസ് വയർ ചെയ്യുന്ന അൺനോൺ ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് വയർ ചെയ്യുന്നതിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. R is equal to V by I. R കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ കോളത്തിനകത്ത് ടാബർ കോളത്തിനകത്ത് R is equal to V by I. R is equal to V by I ഒരു 5 റീഡിങ് എടുക്കുമ്പം അപ്പം ഒരു എക്സാമ്പിൾ 2.1 2.2 2.1 2.1 ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടുവാണെങ്കിൽ ഉത്തരം നമുക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. ഉത്തരം കറക്റ്റാണ്, പക്കയാണ്. ഇതാണ് കോളം. ഗ്രാഫ് വരയ്ക്കണം. VI ഗ്രാഫാണ്. ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു 3 പോയിന്റൊക്കെ എടുത്തിട്ട് ട്രയാങ്കിൾ പോലെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്ലോപ്പ് പോലെയൊക്കെ വരച്ച് അതിൻ്റെ ഇതുപോലെ നമുക്ക് ടാബ്ലർ കോളത്തിൽ കിട്ടിയതുപോലെ തന്നെ ഗ്രാഫിൽ നിന്ന് റീഡിങ് കിട്ടിയാൽ ഗ്രാഫും പൊക്കെയാണ്. അന്നേരം ഇതാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. സർക്യൂട്ട് ഡയഗ്രാം നിർബന്ധമായിട്ടും വരച്ചിരിക്കണം ഇലക്ട്രിക്കലിൽ. ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ കണക്ഷൻ ഓർത്തിരിക്കുക, പാട്ട് പോലെ പഠിച്ചിരിക്കുക. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, അമ്മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ മുകളിലോട്ട്, റിയോസ്റ്റാറ്റ് താഴെ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട്. എവിടെ സാർ കീ വേണമെന്നില്ല, കീ കൊടുക്കണമെങ്കിൽ നിങ്ങൾ കൊടുത്തോ, കീ ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അന്നേരം ഇത് ഒരു പാട്ട് പോലെ അങ്ങ് പറയുക. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് അമ്മീറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, അമ്മീറ്റർ നെഗറ്റീവിൽ നിന്ന് വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവിലോട്ട്, വോൾട്ട് മീറ്റർ നെഗറ്റീവിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ മുകളിലോട്ട്, റിയോസ്റ്റാറ്റിൻ്റെ താഴെ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവിലോട്ട്, വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ട്, അവിടെ തെറ്റിക്കരുത്, വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യണം, എന്നാലേ നമുക്ക് കിട്ടും. വോൾട്ട് മീറ്ററിന് അക്രോസ് ആയിട്ട് റെസിസ്റ്റൻസ് വയർ കണക്ട് ചെയ്യണം. ചോദിക്കാവുന്ന വൈവ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാം. റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ്. ഓം മീറ്റർ, മറ്റേത് ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. റെസിസ്റ്റിവിറ്റി എന്താണ്, കണ്ടക്ടിവിറ്റി എന്താണ്, റെസിസ്റ്റിവിറ്റിയുടെയും കണ്ടക്ടിവിറ്റിയുടെയും യൂണിറ്റ്. റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ചോദിക്കാം. സ്ക്രൂ ഗേജ് വെച്ച് നമ്മൾ വയറിൻ്റെ ലെങ്തും അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ, അതിൻ്റെ പകുതിയാണ് റേഡിയസ് കണ്ടുപിടിച്ചാൽ നമുക്ക് റെസിസ്റ്റിവിറ്റി ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ റെസിസ്റ്റിവിറ്റിയും കിട്ടി. റെസിസ്റ്റിവിറ്റി ഡിനോട്ട് ചെയ്ത് ലെറ്റർ റോ. സിമ്പിൾ അല്ലേടി? ഇത്രയും കാര്യങ്ങൾ ഓംസ് ലോയിൽ നിർബന്ധമായിട്ടും പഠിച്ചുകൊണ്ട് പോവുക. നമ്മൾ ഈ നമ്മുടെ ലാബ് മാനുവലിനകത്ത് കിടക്കുന്ന വൈവ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ചുകൊണ്ട് വരുന്നൊന്നും ചോദിക്കുന്നൊന്നുമില്ല. ഓരോ അധ്യാപകൻ്റെ ഇഷ്ടമാണ് ചോദ്യങ്ങൾ. ചിലപ്പോൾ ചോദ്യം ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. ചോദ്യം ചോദിക്കണമെന്നില്ല. ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. റെസിസ്റ്റൻസ് എന്തോന്ന് ചോദിക്കാം, മനസ്സിലായി? സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നല്ല അധ്യാപകർ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ അടപടലെ നമ്മൾ വല്ലാതായി പോകും. സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ കരുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ ഓംസ് ലോ ഒക്കെ ആയിരിക്കും വളരെ സിമ്പിളായിട്ട്. എന്താണ് റെസിസ്റ്റൻസ്, ഈ വയർ എന്താണ്, ഏത് വയറാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അയ്യോ. അന്നേരം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം. ഓംസ് ലോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് പോവുക. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കിടപ്പുണ്ട്, അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടുക. ഓംസ് ലോ കുറച്ച് പേർക്ക് കിട്ടുന്ന പ്രാക്ടിക്കലാണെന്നുള്ള ഉറപ്പാണ്. ഒരു ബാച്ചിൽ ഒരു 10 പേര് കയറുന്നെങ്കിൽ മിനിമം 1-2 പേർക്ക് ഓംസ് ലോ കിട്ടാം. കൂടുതൽ കിട്ടുന്നത് വെർനിയറും സ്ക്രൂ ഗേജും ലെൻസും മിററും ഒക്കെ ആയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. അന്നേരം നന്നായിട്ട് പഠിക്കാൻ, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെവർ എവർ ഗിവ് അപ്പ്.